മഹദിയായ ഉമ്മു ജഅഫർ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കല് അതാ രണ്ട് കണ്ണ് കാണാത്ത ആളുകള്, രണ്ടാളും കണ്ണ് കാണാത്ത ആളുകളാണ്. പക്ഷേ ഈ ഉമ്മാന്റെ അടുക്കലേക്ക് ആ വഴിയിലൂടെ നടന്നു പോകുമ്പോ രണ്ടുപേരും വന്നിട്ട് പറയുന്നു, ഞങ്ങളെ ഒന്ന് സഹായിക്കണേ. രണ്ടാക്കും പറയാനുള്ളത് എന്താണ്? ഞങ്ങളെ ഒന്ന് സഹായിക്കണമെന്നാണ്. പക്ഷേ അതിൽ ഒരാള് പറയാണ്, അല്ലാഹുമ്മ ർസുഖ്നി മിൻ ഫദ്ലിക്കൽ വാസിഇ. ലോകത്ത് മുഴുവനും എല്ലാം കൊടുക്കുന്ന രാജാവായ സിട്ടാവായ റബ്ബിന്റെ മാത്തുകൊണ്ട് ആ റബ്ബിനെ മുൻനിർത്തിയിട്ട് എനിക്ക് എന്തെങ്കിലും സഹായിക്കണേ. ഞാൻ നല്ല കുടുംബം പോറ്റാനുള്ള ആളാണ്. അതേ ഒരുപാട് കുടുംബത്തിന് ചെലവ് കൊടുക്കാനും ചെലവിന് ആവശ്യമായ പണം വേണ്ട ആളാണ്. എന്നെ ഒന്ന് സഹായിക്കണേ. അപ്പോഴാണ് മറ്റേ കണ്ണ് കാണാത്ത ആള് പറയുന്നത്, അല്ലാഹുമ്മ ർസുഖ്നി മിൻ ഫദ്ലി ഉമ്മി ജഅഫർ. ഉമ്മി ജഅഫർ എന്ന് പറയുന്ന ഉമ്മ വല്ലാതെ സദഖ ചെയ്യുന്ന പെണ്ണാണ്. അതുകൊണ്ട് തന്നെ ഈ കണ്ണ് കാണാത്ത മനുഷ്യൻ പറയാണ്, ഉമ്മു ജഅഫറിന്റെ കറവ് കൊണ്ട് എനിക്ക് ആവശ്യമായ ഭക്ഷണമൊക്കെ തരണം. ആ മഹദിയായ ഉമ്മു ജഅഫർ ബീവി റളിയല്ലാഹു അൻഹാ രണ്ടാളുകൾക്കും അതാ രണ്ട് പൊതിയാണ് കൊണ്ട കൊടുക്കുന്നത്. ഒരു പൊതിയിലുള്ളത് 2 ദിർഹമാണ്, മറ്റൊരു പൊതിയിലുള്ളത് എന്താണ്? നല്ല ചുട്ടുവെച്ച കോഴിയും പത്തിരിയുമാണ്. പക്ഷെ ആ ചുട്ടുവെച്ച പത്തിരിയുടെ ഉള്ളിൽ ആ മഹദി 10ഓളം ദിർഹം കാണാത്ത രൂപത്തിൽ വെച്ചിട്ടുണ്ട്. 10 ദിർഹം ആ പത്തിരിയുടെ അതേ കോഴിയുടെ ഉള്ളിൽ അല്ലെങ്കിൽ പത്തിരിയുടെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ കാണുന്നവർക്കത് മനസ്സിലാകാനില്ല. രണ്ടും കൊണ്ട കൊടുത്തപ്പോൾ അതാ ഒരാള് പറയാണ്, എനിക്ക് പത്തിരി വേണ്ട, കോഴി വേണ്ട, എനിക്ക് വേണ്ടത് 2 ദിർഹമാണ്. യാചന ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചതല്ല. യാചന ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതല്ല. പക്ഷേ യാചിക്കുന്നവനെ നിരുത്സാഹപ്പെടുത്താനും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. യാചിക്കുന്നവനെ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തരുത്. യാചിക്കുന്നവനെ, യാചിച്ച് ഗതികെട്ട് വരുന്നവനെ നമ്മൾ ഒരിക്കലും നിസാരപ്പെടുത്താൻ പോകരുത്. കഴിയുമെങ്കിൽ അവരെ സഹായിക്കണം. അതിന് കഴിയൂലെങ്കിൽ അവരെ നിസാരപ്പെടുത്തുന്ന വഴിയിലേക്ക് ഒരിക്കലും നമ്മൾ കടക്കാൻ പാടില്ല. അങ്ങനെ ചില സ്വഭാവക്കാരുണ്ട്. യാചിക്കാൻ വരുന്ന ആളുകളോട് നിസാരമായി പെരുമാറുന്ന ചില ആളുകൾ. അത് ചിലപ്പോൾ എന്തെങ്കിലും തെറ്റിദ്ധാരണയുടെ കാരണത്താലാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റിദ്ധരിച്ചതിന്റെ പേരിലാകാം. എന്നാലും മാന്യമായി മാത്രമേ സംസാരിക്കാവൂ. കാരണം ഒരാൾ കൈനീട്ടുക എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ ഗതികെട്ടാൽ ചെയ്യുന്ന പണിയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഞാൻ പറയുന്നു, യാചന ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച കാര്യമേ അല്ല. കൈനീട്ടാതെ ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കും ഞങ്ങളെ സ്നേഹിക്കുന്ന സർവ്വവിശ്വാസികൾക്കും നിന്റെ കാരുണ്യം കൊണ്ട് നീ തന്നനുഗ്രഹിക്കണം റഹ്മാനെ. അപ്പൊ ഈമാനുള്ള വിശ്വാസികളെ, ഈ കൂട്ടത്തിൽ ഒരാളുടെ ആഗ്രഹം വലിയ ആഗ്രഹമാണ്. പക്ഷെ ആഗ്രഹിക്കുന്നത് ഉമ്മു ജഅഫറിന്റെ ഫളിലാണ്, സിട്ടാവായ അള്ളാഹുവിന്റെ ഫളിലല്ല. കൊടുക്കുന്നത് അള്ളാഹു ആണ് എന്നുള്ള നല്ല വിശ്വാസം വേണം. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം കാണാം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കുതിരയുടെ കടിഞ്ഞാണ് ഒരാളെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് പോയി. ഞാൻ പല സ്ഥലത്തും പറഞ്ഞ ചരിത്രമാണ്. അപ്പൊ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പോയിട്ട് തിരിച്ചു വന്ന് നോക്കുമ്പോ കുതിര അവിടെ ഉണ്ട്, പക്ഷേ കുതിരയുടെ കടിഞ്ഞാണ് കാണാനില്ല. കാരണം കടിഞ്ഞാണും കട്ടിട്ട് ഇയാള് കട്ടുപോയതാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വരുമ്പോ, ഞാനൊരു വേലക്ക് ഒരാളെ ഏൽപ്പിച്ചതല്ലേ, അയാൾക്ക് 2 ദിർഹം അയാൾക്ക് വേല ചെയ്ത വകയിൽ കൊടുക്കണം എന്ന് മനസ്സിലാക്കിയിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വന്ന് നോക്കുമ്പോ ഏൽപ്പിച്ച ആളെയും കാണാനില്ല, കടിഞ്ഞാണും കാണാനില്ല. അങ്ങാടിയിൽ ചെന്ന് നോക്കുമ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവോട് നോക്കുമ്പോൾ ആ 2 ദിർഹമിന് ആ കടിഞ്ഞാണ് വിൽക്കുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു 2 ദിർഹം കൊടുത്തിട്ട് ആ കടിഞ്ഞാണ് വാങ്ങി. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്തൊരു അത്ഭുതമാണ് മനുഷ്യന്റെ കാര്യം, എന്തൊരു അത്ഭുതമാണ് മനുഷ്യന്റെ കാര്യം. അവന്റെ കയ്യിലൂടെ അല്ലാഹു തആല 2 ദിർഹം ചെലവഴിക്കാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവന്റെ കയ്യിൽ ഒരു 2 ദിർഹം അള്ളാഹു എത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ 2 ദിർഹം കിട്ടാതെ അവൻ മരിക്കുവോ? അത് പിന്നെ ഹലാലായ വഴിയിലാകണോ ഹറാമായ വഴിയിലാകണോ എന്ന് ചിന്തിക്കേണ്ടത് ആരാണ്? ബുദ്ധിയുള്ള മനുഷ്യനാണ്. അവൻ ചിന്തിച്ചത് ഹറാമായ വഴിയിൽ വേണം, ഹലാലായ വഴിയിൽ വേണ്ട. ഞാൻ അവൻ ജോലി ചെയ്തതിന്റെ പേരിൽ 2 ദിർഹം കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് വന്നു നോക്കുമ്പോ അവൻ എന്റെ കടിഞ്ഞാണ് വിറ്റിട്ട് 2 റുപ്യ ഉണ്ടാക്കാനാണ് തീരുമാനിച്ചത്. എന്തൊരു ഗതികേടാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അവൻ നമുക്ക് എപ്പോഴും ഓർമ്മ ഉണ്ടാകേണ്ട ഒരു ചരിത്രമാണ്. നമ്മുടെ കയ്യിൽ അള്ളാഹു തആല കണക്കാക്കിയ ഒരു സംഖ്യയുണ്ട്. ആ സംഖ്യ എന്റെ കയ്യിലെത്താതെ എന്റെ മരണം സംഭവിക്കൂല.
എനിക്ക് മരിക്കണമെങ്കിൽ എന്റെ കയ്യിലൂടെ തസറുഫിനെ റബ്ബ് കണക്കാക്കി വെച്ചൊരു സംഖ്യയുണ്ട്. അത് നിർബന്ധമായും എന്റെ കയ്യിലൂടെ തസറുഫ് നടന്നിട്ടേ, വിനിമയം നടന്നിട്ടേ ഞാൻ മരിക്കുള്ളൂ. പിന്നെ എന്തിനാണ് നമ്മൾ കക്കാൻ പോകേണ്ട ആവശ്യം? പിന്നെ എന്തിനാണ് മുതലാളിയെ വഞ്ചിക്കേണ്ട ആവശ്യം? പിന്നെ എന്തിനാണ് മുതലാളിമാരെ വഞ്ചിക്കേണ്ട ആവശ്യം? ഞാൻ കണ്ണൂർ ജില്ലയിൽ ഒരു മുതലാളിയുടെ വീട്ടിൽ രാവിലെ നാസ്ത കഴിക്കാൻ വേണ്ടി അയാൾ പറഞ്ഞിട്ട് ചെന്നു. നാസ്ത കഴിച്ചിട്ട് അയാൾ ഇറങ്ങും എന്നോട് പറയാണ്, ഏറ്റവും നിങ്ങൾ ദ്വാരക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഒരുപാട് കേഷ്യറുണ്ട്, കേഷ്യർമാരൊക്കെ പറ്റിക്കല, ഏകദേശം ആളുകളും പറ്റിക്കല. ക്യാമറ വെച്ചിട്ടും കാര്യമില്ല, ക്യാമറനെ വെല്ലുന്ന കള്ളന്മാരുള്ള കാലാണ്. നിങ്ങൾ പ്രത്യേകം ദ്വാരക്കണം. ഹക്ക് നമുക്ക് തന്നെ എപ്പോഴും കിട്ടാൻ അല്ലാതെ നിയന്ത്രിക്കാൻ ഒരു നിർവാഹമില്ല. പരമാവധി ക്ലാസ് കൊടുക്കുന്നുണ്ട്. എന്ത് ചെയ്യാനാണ്? കുടുംബത്തിൽപ്പെട്ട ആളുകളെ കൊണ്ടുപോയി ആക്കിയിട്ട് പോലും വഞ്ചിച്ചിട്ട് പൈസ കട്ടെടുത്ത് കൊണ്ടുപോവാണ്. അത് നമുക്ക് കണക്ക് നോക്കുമ്പോൾ കൃത്യമായി ഇങ്ങനെ മനസ്സിലാകുകയാണ്. പക്ഷെ അവരോട് ചോദിച്ചാൽ അവരെ കള്ളനാക്കി എന്ന് പറഞ്ഞ് പിന്നെ കുടുംബം കലങ്കലായിരിക്കും. അതുകൊണ്ട് മിണ്ടാതിരിക്കുകയാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. എന്തൊരു കാലാണ് ഇവനിക്ക്! അല്ലാഹു തആല അവന്റെ ജീവിതത്തിൽ എത്രയാണോ അവന്റെ കയ്യിൽ അല്ലാഹു തആല വിനിമയം കണക്കാക്കിയത്, അത് കയ്യിലെത്താതോ മരിക്കൂല എന്നുള്ള കുറച്ച് വിശ്വാസം വേണം. എന്റെ കയ്യിൽ അല്ലാഹു കണക്കാക്കിയ ഒരു സംഖ്യ ഉണ്ട്. ആ വിനിമയം തീരുന്നത് എന്നാണോ അന്ന് ഞാൻ ഇവിടെ മരിച്ചു വീഴും. നിങ്ങളെ ജീവിതത്തിൽ അല്ലാഹു കണക്കാക്കിയ ഒരു വിനിമയമുണ്ട്. ആ പൈസ നിങ്ങളെ കയ്യിലെത്താതെ നിങ്ങൾ മരിക്കൂല, ഞാനും മരിക്കൂല. ഈ ഒരു ബോധമുള്ള ഈമാനുള്ള വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ കക്കേണ്ടതുണ്ടോ, അപഹരിച്ചെടുക്കേണ്ടതുണ്ടോ, മറ്റുള്ളവൻ്റെത് പിടിച്ചു പറിക്കേണ്ടതുണ്ടോ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം. സ്വന്തം ചേട്ടനുമായി തെറ്റിപ്പോയി, സ്വന്തം അനുജനുമായി തെറ്റിപ്പോയി, സ്വന്തം ഉമ്മയുമായി തെറ്റിപ്പോയി, സ്വന്തം ബാപ്പയുമായി തെറ്റിപ്പോയി. കാരണം കേൾക്കുമ്പോ അത്ഭുതം തന്നെ. ഒരു സെന്റിന്റെ പേരിൽ ബാപ്പയുമായി തെറ്റിപ്പോയ ചെറുപ്പക്കാരാ, ഒരു സെന്റിന്റെ പേരിൽ മക്കളുമായി പിണങ്ങി നിൽക്കുന്ന ബാപ്പമാരെ, അതേ സ്വന്തം ഉമ്മാനോട് തെറി വിളിച്ചിട്ട് ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് നിസാരപ്പെടുത്തിയത് ഒരു സെന്റ് തരി ഭൂമിക്കാണ്. അല്ലേ? എന്റെയും നിന്റെയും ചിന്ത എവിടെയാ മുസ്ലിമെ പണയം വെച്ചത്? എവിടെയാ നമ്മുടെ ആലോചന പണയം വെച്ചത്? ഓ മുസ്ലിമെ, നിന്റെ ജീവിതത്തിൽ സ്വന്തം മിൽക്കിലേക്ക് 1000 ഏക്കർ അല്ല കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ, 1000 സെന്റ് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ 999 ആയാലും നീ മരിച്ചു പോകൂല. ആ ഒരു സെന്റ് നിന്റെ പേരിലാകുന്നത് വരെ നിനക്ക് ഹയാത്ത് ഉണ്ടാകുമെന്നല്ലാതെ റബ്ബ് കണക്കാക്കിയതിലൊരു മാറ്റം വരുത്താൻ ഇവിടെ കഴിയുന്നവരെ ഇല്ല. പിന്നെ എന്തിനാ മുസ്ലിമേ സ്വന്തം ബാപ്പനോട് തെറ്റേണ്ട ആവശ്യം എന്താണ്? സ്വന്തം ഉമ്മാനോട് പണങ്ങേണ്ട ആവശ്യം എന്താണ്? സ്വന്തം ചേട്ടന്റെ മുഖത്ത് നോക്കാതിരിക്കേണ്ട ആവശ്യം എന്താണ്? സ്വന്തം അനുജനുമായിട്ട് പരിശുദ്ധമായ റമദാനിൽ പോലും മിണ്ടാതിരിക്കേണ്ട ആവശ്യം എന്താണ്? ഓ എന്റെ വാല് കേൾക്കുന്ന ഉമ്മമാരെ, സ്വന്തം മക്കളുമായി പിണങ്ങിയിട്ട് അറഫയുടെ ദിവസം പോലും ദുആ ചെയ്താൽ ഇജാബത്ത് കിട്ടൂല. അത് ഉമ്മാന്റെ ദുആക്ക് മാത്രാണോ? അല്ല. മക്കളെ, നിങ്ങളെ ദുആക്കും ഇജാബത്തില്ല, ബാപ്പന്റെ ദുആക്കും ഇജാബത്തില്ല. പരസ്പരം പിണങ്ങി നിൽക്കുന്ന ആവശ്യമില്ലാത്തതിന്റെ പേരിൽ തെറ്റി നിൽക്കുന്നവരുള്ളോ? ഒരുപാട് കണ്ണിൽ വെള്ളം നിറച്ചിട്ട് അല്ലാഹുമ്മ ബല്ലിഗ്നാ ശഹ്റ റമളാൻ, കണ്ണിൽ വെള്ളം നിറച്ച് ദുആ ചെയ്തത് കൊണ്ട് പോരാ, റമളാനിനെ സ്വീകരിക്കാനുള്ള തൗഫീഖ് റബ്ബിനോട് പ്രാർത്ഥന നടത്തിയത് കൊണ്ട് പോരാ, ഇജാബത്ത് വേണോ? തെറ്റി നിൽക്കുന്നവരുമായി നന്നാകണേ. എന്റെ വാല് കേൾക്കുന്ന ഈമാനുള്ള വിശ്വാസികളിൽ ആരെങ്കിലും അങ്ങനെ തെറ്റി നിൽക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ തീരുമാനമെടുത്തോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട ആദ്യത്തെ ദിവസമാണ് ഇന്നത്തെ ദിവസം. ഈമാനുള്ള വിശ്വാസികള്, അതുകൊണ്ട് തന്നെ ഈ ആ ബഹുമാനമുള്ള ദിവസത്തിൽ തീരുമാനമെടുത്തു. ഇങ്ങോട്ട് പണങ്ങിയവനോട് അങ്ങോട്ട് നന്നാകാനുള്ള മനസ്സ്, ഇങ്ങോട്ട് തെറ്റിയവനോട് അങ്ങോട്ട് ഇണങ്ങാനുള്ള മനസ്സ്, ഇങ്ങോട്ട് മിണ്ടാത്തവനോട് അങ്ങോട്ട് മിണ്ടാനുള്ള മനസ്സ്, ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കാനുള്ള മനസ്സ് സമ്പാദിച്ചു വെച്ചു. അതാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് 5ഓളം കാര്യങ്ങളിൽ ഒരു കാര്യം എന്താണ് എന്നറിയോ? വിജയത്തിന്റെ വഴികളിൽ ഏറ്റവും വലിയ വഴിയാണ് ഇങ്ങോട്ട് മിണ്ടാത്തവനോട്
അങ്ങോട്ട് ഇണങ്ങാൻ ചേരുക. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഓ എന്റെ ഈമാനുള്ള വിശ്വാസികളെ, പരിശുദ്ധമായ റജബ് നമ്മളിൽ നിന്ന് വിട പറയുന്നതിന് മുമ്പ് ഈ മാസം മുഴുവനായും നമ്മൾ പണങ്ങി നിൽക്കുന്നവരാകുന്നതിന് പകരം, ഈ മാസം മുഴുവനായും പണങ്ങിയിട്ട് തെറ്റി നിൽക്കുന്നവരാകുന്നതിന് പകരം, അസ്തഗ്ഫിറുല്ലാഹ്, എന്തൊക്കെ വിഷയത്തിലാണ് ചിലർ പണങ്ങുന്നത് കേട്ടാൽ അത്ഭുതം തോന്നുകയാണ്. കല്യാണത്തിന് വിളിക്കാത്തതിന്റെ പേരിൽ പണക്കാണ്, കല്യാണത്തിന് വിളിക്കാത്തതിന്റെ പേരിൽ തെറ്റിയാണ്. ഓ മുസ്ലിമേ, അവന്റെ ഇഷ്ടമല്ലേ നിന്നെ കല്യാണത്തിന് വിളിക്കലും വിളിക്കാതിരിക്കലും? അല്ല മുസ്ലിയാരെ, അവന്റെ തൊട്ട വീട്ടുകാരനാ ഞാൻ, എന്നിട്ട് അവൻ എന്നെ വിളിച്ചിട്ടില്ല, അവൻ മറന്നതാണ് എന്ന് ചിന്തിക്കാനുള്ള ഒരു സന്മനസ് പോലും നിനക്കില്ലാതെ പോയല്ലോ. നീ മറന്നിട്ടൊന്നും ചെയ്യാറില്ല അല്ലേ? അവൻ്റെതാകുമ്പോ മറന്നതാണ് എന്ന് അംഗീകരിക്കാൻ തോന്നുന്നില്ല. നിന്റെ വിഷയത്തിൽ നീ ഒരുപാട് കാര്യങ്ങൾ മറന്നിട്ടാണ് എന്ന് ന്യായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റുള്ളവൻ്റെതായപ്പോൾ മറന്നതാണെന്ന് അംഗീകരിക്കാൻ നിന്റെ മനസ്സനുവദിക്കുന്നില്ല. ഇബ്ലീസ് നിന്നെ തെറ്റിക്കാൻ എടുത്ത പണിയാണ്. ഓ എന്റെ വിശ്വാസികള്, എന്ത് തന്നെ കാരണം പറഞ്ഞിട്ടാകട്ടെ, ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് ഈ പരിശുദ്ധമായ മാസത്തിൽ റമളാനിനെ ബഹുമാനിച്ചിട്ട് അങ്ങോട്ട് ഇണങ്ങാൻ ചെന്നാൽ, അങ്ങോട്ട് ബന്ധം പുലർത്തിയാൽ നമുക്കത് റമളാനിനെ സ്വീകരിക്കാനും റമളാനിനെ നല്ല നിലയ്ക്ക് യാത്രയാക്കാനും റബ്ബ് തൗഫീഖ് തരാൻ വലിയ കാരണമായി അത് മാറാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് എല്ലാ വാലുകൾക്കും ഈമാനുള്ള വിശ്വാസികളോട് പറയുന്നു, പിണക്കം ഇസ്ലാമിലില്ല, ഇണക്കമേ പറയാനുള്ളൂ. അപ്പൊ ചിലര് ചോദിക്കാണ്, മുസ്ലിയാരെ ഇസ്ലാമിൽ പിണക്കില്ല എന്ന് പറയാൻ പറ്റുമോ? ഭാര്യനോട് പിണങ്ങാൻ പറഞ്ഞ സമയമില്ലേ? ഭാര്യനോട് പിണങ്ങാൻ പഠിപ്പിച്ച സമയമില്ലേ? അതവര് നന്നാകാനുള്ള പിണക്കമാണ്. അതുപോലെ ചില പിണക്കങ്ങൾ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്, ഇല്ല എന്നല്ല. ആ കൂട്ടത്തിൽ പെട്ടതാണ്. ബിദ്അത്തിന്റെ രോഗം പിടികൂടിയവനാണോ അവനുമായി നീ ഇണങ്ങാൻ പോകണ്ട. ബിദ്അത്തിന്റെ രോഗം പിടികൂടിയവനാണോ അവനോട് നീ അങ്ങോട്ട് പോയി സലാം പറയണ്ട, അവനോട് സലാം പറഞ്ഞ് നീ തുടങ്ങണ്ട, ആ മനുഷ്യനുമായി നീ ബന്ധം പുലർത്തണ്ട. എന്താ കാരണമെന്നല്ലേ? കൊറോണയുള്ളവനായാൽ അവനെ തൊട്ടാൽ രോഗമാണ്. അവൻ തൊട്ട സ്ഥലത്ത് തൊട്ടിട്ട് മൂക്കിൽ തൊട്ടാൽ രോഗം പടരുകയാ. ഇതുപോലെ ബിദ്അത്ത് എന്ന് പറയുന്ന രോഗമില്ലേ, അത് കൊറോണയേക്കാൾ വലിയ അപകടകാരിയാ. എന്താ കാരണമെന്നല്ലേ? കൊറോണ മൂക്കിൽ കയറിയിട്ടാണ് കുഴപ്പമുണ്ടാക്കുന്നതെങ്കിൽ ബിദ്അത്താകുന്ന രോഗമുണ്ടാക്കുന്ന പ്രശ്നം എന്താണ് എന്നറിയോ? നിന്റെ ഈമാൻ, അല്ലാഹുവിലുള്ള വിശ്വാസമില്ല, അത് നശിപ്പിക്കല. അതുകൊണ്ട് തന്നെ ഈമാനുള്ള വിശ്വാസികള് ബിദ്അത്തുമാരുമായുള്ള ബന്ധം പുലർത്തണമെന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. ബിദ്അത്തുകാരനുമായിട്ട് പോയി സലാം പറയണമെന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. നന്നാകാൻ ആവശ്യമാണെങ്കിൽ, അവനും ചിലപ്പോൾ വിവരമില്ലാതെ പെട്ടുപോയവനാണെങ്കിൽ അറിവുള്ള ആലിമീങ്ങളെ കൊണ്ട് അവനെ ഉപദേശിപ്പിക്കണം. നമ്മൾ ചിലപ്പോൾ അവനെ ഉപദേശിക്കാൻ പോയാൽ അവൻ തിരിച്ചു ചോദിച്ചാൽ മറുപടി പറയാൻ അറിയില്ലെങ്കിൽ നിന്റെ ഈമാനും ചിലപ്പോ കെട്ടുപോകാൻ അത് കാരണമാണ് കേട്ടോ. അതുകൊണ്ടാ മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മോനെ നീ ബിദ്അത്തുകാരന്റെ മജ്ലിസിൽ പോയി ഇരിക്കേണ്ടതില്ല. അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് എന്താ വരല് എന്നല്ലേ നീ ചോദിക്കല്? നിന്റെ ഖാത്തിമത്ത് നഷ്ടപ്പെട്ടു പോകാൻ, ആഖിബത്ത് മോശമാകാൻ അത് കാരണമാണ് കേട്ടോ. ഇമാമുൽ ഗസാലി റഹിമഹുല്ലാഹ്. ഇരിക്കട്ടെ എന്റെ ഈമാനുള്ള വിശ്വാസികള്, അത്തരം ദീനിയായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, ദുന്യവിയായ കാര്യങ്ങൾക്ക് വേണ്ടി, ദുന്യവിയായ ആവശ്യങ്ങൾക്ക് വേണ്ടി പിണങ്ങുന്ന പരിപാടി ഇസ്ലാമിൽ പറയാനില്ല. ഇസ്ലാമിൽ അങ്ങനെ ഒരു പിണക്കം പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ ആളുകളുമായി ബന്ധം മുറിക്കുന്നതിന് പകരം ബന്ധം ചേർത്താൽ, അവരോട് സലാം പറഞ്ഞിട്ട് ബന്ധം പുലർത്തിയാൽ
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഫവല്ലാമിനുൻ അലല്ലാഹ്. അങ്ങനെ സലാം കൊണ്ട് ബന്ധം ചേർക്കുന്നവരുടെ കാര്യം അല്ലാഹ് ഏറ്റെടുത്തതാണ് കേട്ടോ. അവൻ അള്ളാന്റെ ഗ്യാരണ്ടിയിലാണ് കേട്ടോ. റബ്ബിന്റെ പ്രത്യേകമായ സംരക്ഷണത്തിലാണ് കേട്ടോ. ഞാൻ എന്റെ വകയിൽ പറഞ്ഞതല്ല, ഇവിടെ വരുമ്പോൾ പുതിയ ഏതെങ്കിലും കിതാബ് നോക്കി കണ്ടുപിടിച്ചതല്ല. അതേ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചു വെച്ച ഹദീസ്. ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തട്ടെ. അപ്പൊ ഈമാനുള്ള വിശ്വാസികളെ കൊടുക്കുന്നവൻ അള്ളയാണെന്ന വിശ്വാസം വേണം. പക്ഷേ കൂട്ടത്തിലൊരു കണ്ണ് കാണാത്ത ആള് വിശ്വസിച്ചത് ഉമ്മ ജഅഫറാണ് സദഖ കൊടുക്കുന്നവൻ, അള്ളാഹുവാണ് തരുന്നവൻ എന്നൊരു വിശ്വാസമില്ലാതെ സദസ്സിലേക്ക് ചെന്നിട്ട് പിരിവ് ചോദിച്ച രണ്ട് കണ്ണ് കാണാത്ത മനുഷ്യര് അവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കുകയാണ്. ആര്? ഉമ്മ ജഅഫർ റളിയല്ലാഹു അൻഹു. ആ ഭക്ഷണത്തിൽ ഒന്ന് ഭക്ഷണമാണ്, മറ്റൊന്ന് വെറും സംഖ്യ മാത്രമാണ്. പക്ഷെ ഭക്ഷണത്തിന്റെ ഉള്ളിൽ 10 ദിർഹമാണ്, പ്രത്യക്ഷത്തിൽ കാണുന്ന ആൾക്ക് കാണാനുള്ളത് 2 ദിർഹമാണ്. അപ്പൊ ഏതാ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കാത്ത ആള് പറയുന്നത് എനിക്ക് പൈസയാണ് വേണ്ടത്, ഭക്ഷണം വേണ്ട. അങ്ങനെ ഉണ്ടല്ലോ ചില ഫക്കീറന്മാര്. അവര് വീട്ടിലേക്ക് വന്ന് ഭക്ഷണം എന്തെങ്കിലും ചോദിച്ചാൽ വീട്ടുകാരൊരു 10 ഉറുപ്പ്യ എടുത്തു കൊടുത്താൽ ചിലപ്പം ചോദിക്കും. അത് അവര് പുലർത്തേണ്ട മാന്യതയാണ്. ആര്? യാചിക്കാൻ പോകുന്ന ആളുകൾ പുലർത്തേണ്ട മാന്യതയാണ്. എന്റെ 10 ഉറുപ്പ്യ ഞാൻ എന്താക്കാനാണ്? അസ്തഗ്ഫിറുല്ലാഹൽ അലീം. 10 അയാൾ ഔദാര്യം കൊണ്ട് തന്നതാണെന്ന ബോധം വേണം. അത് അയാളോട് വെറുപ്പിടിക്കാൻ നമുക്ക് അധികാരമില്ല. എന്നിട്ട് അയാൾ അതാ പൈസ വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങിപ്പോവാണ്. നിന്റെ 10 ഉറുപ്പ്യ ആർക്ക് വേണടോ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം. കൊടുക്കുന്നവൻ ചിന്തിക്കേണ്ടതാണ് പരമാവധി കൊടുക്കണം, സഹായം പരമാവധി ചെയ്തു കൊടുക്കണം. വാങ്ങുന്നവൻ എത്ര കിട്ടിയാലും തൃപ്തിയോടെ വാങ്ങണം. അവിടെ തന്നവനോട് നിസാരത പുലർത്തുന്ന ധിക്കാരത്തിന്റെ ചിന്ത ഓ മുസ്ലിമേ നമ്മളെ ജീവിതത്തിൽ പാടേ ഇല്ല. ഇരിക്കട്ടെ, ഞാൻ ഇപ്പോൾ ഇതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ഉമ്മി ജഅഫർ റളിയല്ലാഹു അൻഹു കൊണ്ട കൊടുത്തപ്പോ പണവുമായി എടുത്തുപോയി ഒരാള്. മറ്റേ ആള് കിട്ടിയ ഭക്ഷണം അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിച്ചതല്ലേ. എടുത്തുപോയിട്ട് വീട്ടിലേക്ക് എത്തിയപ്പോൾ അതാ ഭക്ഷണത്തിന്റെ ഉള്ളിൽ 10 ദിർഹമാണ്. മറ്റേയാൾക്ക് കിട്ടിയതോ 2 ദിർഹമാണ്. അയാൾ ആ 2 ദിർഹം കൊണ്ട് എന്ത് ചെയ്തു? അയാള് പിന്നെ ഈ ഉമ്മി ജഅഫർ റളിയല്ലാഹു അൻഹയുടെ അടുക്കല് ഭക്ഷണത്തിന് വേണ്ടി വന്നാതെ ഭക്ഷണം കിട്ടിയ കണ്ണ് കാണാത്ത ആളില്ലേ, അയാൾ അടുക്കല് പൈസ കൊടുത്തിട്ട് പൈസ കൊടുത്തിട്ട് അയാൾ ഇങ്ങനെ ഭക്ഷണം വാങ്ങുകയാണ്. ഓരോ ദിവസവും ഭക്ഷണം വാങ്ങുകയാണ്. ഇയാളെ കയ്യിൽ 10 ദിർഹം വേറെയുണ്ട്. ആ 10 ദിർഹം വെച്ചിട്ട് അയാൾ ബിസിനസ് ചെയ്യാണ്. ആ ബിസിനസ് ചെയ്യുന്ന ഭക്ഷണം വാങ്ങാൻ അള്ളാഹ് നിയോഗിക്കുന്നത് മറ്റേ കണ്ണ് കാണാത്ത ആളെയാണ്. കൃത്യമായി ഭക്ഷണം വാങ്ങി കൊണ്ടുപോവാണ്. ഉമ്മി ജഅഫർ റളിയല്ലാഹു അൻഹു പഠിച്ചു നോക്കുമ്പോ കണ്ണ് കാണാത്ത ഉമ്മി ജഅഫർ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ നിന്ന് ഔദാര്യം പ്രതീക്ഷിച്ചിട്ട് റബ്ബിന്റെ ഔദാര്യത്തെ മറന്നുപോയ മനുഷ്യനില്ല. ആ മനുഷ്യൻ ഇങ്ങനെ പൈസ കൊടുത്ത് വാങ്ങുന്നത് കണ്ടപ്പോൾ ഭാര്യ പറയാണ് എന്തൊരത്ഭുതമാണ്. അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷ അർപ്പിച്ച് ലോക സിട്ടാവായ റബ്ബിന്റെ പ്രതീക്ഷയിൽ എങ്ങനെ നീങ്ങിയപ്പോ അള്ളാഹ് കൊടുത്ത ബറക്കത്ത് എത്രയാണ്. ഉമ്മി ജഅഫറിൽ നിന്ന് പ്രതീക്ഷിച്ച മനുഷ്യന്റെ ജീവിതത്തിൽ ബറക്കത്ത് കാണാനില്ല. എന്തേ കാരണമെന്നല്ലേ? ബറക്കത്ത് കൊടുക്കേണ്ടവനാരാ? സിട്ടാവായ റബ്ബാ. എന്റെ ചെറുപ്പക്കാരെ എഴുന്നേറ്റ് നിന്നോ, ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. ദൂരെ നിൽക്കുന്ന വിശ്വാസികളൊക്കെ ഒന്ന് മജ്ലിസിലേക്ക് എടുത്തു വന്നു. അല്ലാ, ഞങ്ങളെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നീ കബൂലാക്കി തരണേ അല്ലാ. എന്റെ വാല് കേൾക്കുന്ന കൂട്ടുകാരായ മുതഅല്ലിമീങ്ങളെ, ചിലപ്പോ പഠിക്കുമ്പോ ഇങ്ങനെ തോന്നുകയാണ് ഞാനിത് പഠിച്ച് വലുതായാൽ എന്താ എനിക്ക് സാലറി കിട്ടല്? 5000 ആണോ 10000 ആണോ 20000 ആണോ 30000 ആണോ? ഇത് കിട്ടിയിട്ട് ഞാൻ എന്താക്കാനാണ്? എന്റെ ജീവിതത്തിന് ഇത് മതിയാകില്ലല്ലോ. ഇന്നത്തെ ആധുനിക യുഗത്തിലെ ജീവിതത്തിന് തികയുന്ന പണം ഞാൻ പഠിച്ചിട്ട് കിട്ടില്ലല്ലോ. ഓ മുസ്ലിമേ, തരുന്നവൻ അല്ലാഹുവാണ്. കൊടുക്കുന്ന റബ്ബിന്റെ ഖജനാവ്, അതിന് വിശാലത കുറവില്ല. കൊടുത്താൽ തീരുന്ന പ്രശ്നമില്ല.